ബ്ലെസ്സിങ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്നറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം നമ്മളെ ഒറ്റപ്പെടുത്താത്ത ദൈവം. മത്തായി 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, വായിക്കാൻ സമയമില്ലാത്തതിനാൽ ഞാൻ വായിക്കുന്നില്ല. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി തനിച്ച ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ശിഷ്യന്മാരോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു കുറേ കൂടെ പൊക്കത്തിൽ ഒരു മലയുടെ മുകളിൽ കയറിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെ നോവോടുകൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ക്രൂശ് മരണത്തിൻ്റെ സമയം അടുത്തു. ആ വിഷയമെല്ലാം ദൈവത്തോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരിക്കാം. ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവും മോശെ ഇറങ്ങി വന്ന് കർത്താവിനോട് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ മുഖം സൂര്യൻ്റെ കിരണം പോലെ ഭയങ്കര പ്രകാശമായി തീർന്നു. മുഖത്ത് വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭാഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് നോക്കുമ്പോൾ യേശുവിൻ്റെ അടുത്ത് ഏലിയാവും മോശയും നിന്ന് സംസാരിക്കുന്നതായി കണ്ടു. ഉടനെ അവൻ യേശുവിനോട് പറയുന്നു, ഞാനിവിടെ ഒരു 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് യേശുവിനും എന്ന് പറയുന്നു. ഇവർ 3 പേർക്ക് കുടില് വേണ്ടേ? ഇവർക്ക് 3 പേർക്കും വേണ്ടേ? ഇവരുടെ ആശ എപ്പോഴും യേശുവിനോട് കൂടെ ജീവിക്കണം. അതൊന്നും മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം. അവർക്ക് കുടിലൊന്നും വേണ്ട, യേശുവിന് ഉണ്ടാക്കുന്നുണ്ടല്ലോ, യേശുവിനോട് കൂടെ ജീവിക്കണം, ഒന്നു മാത്രം ആശ. ആ ആശ നമ്മുടെ ജീവിതത്തിലും പ്രിയ സഹോദര സഹോദരി ഉണ്ടായിരിക്കണം. എനിക്കെൻ്റെ യേശുവിനോട് കൂടെ വസിക്കണം, എൻ്റെ യേശുവിനോട് കൂടെ സംസാരിക്കണം, എൻ്റെ യേശുവിനോട് കൂടെ ജീവിക്കണം. അതൊരാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉടനെ അവൻ അങ്ങനെ പറയുമ്പോൾ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഒരു ആകാശവാണി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പേ എന്ന് ഒരു ശബ്ദം ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ട ഉടനെ അവര് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. അവരെന്തുകൊണ്ടാണ് ഭയപ്പെട്ടിരുപോതു? അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഭയപ്പെടത്തില്ലായിരുന്നു. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ജീവിച്ച് അവിടെ എല്ലാവരെയും കാണിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയില്ല എങ്കിൽ ആ സഹായകൻ വരത്തില്ല. അവൻ പോയി. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞാണ് ആ സഹായകനെ അവർക്ക് കിട്ടിയത്. അതിനു മുമ്പ് ആ സഹായകൻ ഇല്ലാഞ്ഞതുകൊണ്ട് അവർ പേടിച്ച് ഭയപ്പെട്ട് കവിണ്ണു വീണു. അന്നേരം യേശു വന്നവരെ തൊട്ടു. ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. അവൻ തലപൊക്കി നോക്കിയാറെ. അവർ തലപൊക്കി നോക്കിയാറെ ആരെ കണ്ടത്? യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ ഭർത്താവില്ല, എൻ്റെ ഭാര്യയില്ല, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇല്ല, ഞാൻ എന്ത് ചെയ്യും? പലരും അങ്ങനെ വിചാരിക്കും. പക്ഷേ നമ്മളെ ഒറ്റയ്ക്ക് വിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിൻ്റെ മുഖത്ത് എന്താണ്? നല്ല പ്രകാശം ഉണ്ടാകും. നിന്നോട് നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശു ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും. തൻ്റെ ദൂതന്മാരെ വിട്ട് സംസാരിക്കും. ഒന്നുകൊണ്ട് ഭയപ്പെടാതെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ് നമ്മളെ ദൈവം. നമ്മളെ ഒരിക്കലും ഒറ്റപ്പെടുത്തത്തില്ല. അതുപോലെ നമുക്ക് വേറൊരു വിഷയം നോക്കാം. മുടിയൻ പുത്രൻ. ലൂക്കോസ് 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അതിൽ ഒരു അപ്പനും അമ്മയ്ക്കും 2 ആൺകുട്ടികൾ മാത്രമേ ഉള്ളായിരുന്നു. ആ ഒരുത്തന് അപ്പന് വിധേയനാകി അപ്പൻ്റെ വാക്കുകൾ കേട്ട് അമ്മയുടെ വാക്ക് കേട്ട് തോട്ടത്തിൽ പോവുകയും കൃഷി നോക്കുകയും കൃഷിക്കാരെ കൊണ്ട് പണിയേൽപ്പിക്കുകയും എന്ത് ജോലി പറഞ്ഞാലും അവൻ ചെയ്യുമായിരുന്നു. അവൻ അനുസരണമുള്ള മകനായിരുന്നു. അതേസമയം ഇളയ മകന് യാതൊരു അനുസരണവുമില്ല. പോളികൾ, അതായത്
കെട്ട ജനങ്ങളുമായിട്ട് സഹവാസത്തോടുകൂടെ അവൻ ജീവിച്ചു. എന്നിട്ട് അവൻ്റെ കൂട്ടുകാർ അവനോട് പറഞ്ഞു, നിന്റെ അപ്പൻ ഇഷ്ടം പോലെ സ്ഥലവും എല്ലാം ഉണ്ടല്ലോ, നിന്റെ വീതം നീ ചോദിച്ചു മേടിക്കും അപ്പനോടെന്ന് പറഞ്ഞു. അവൻ അങ്ങനെ വന്ന് അപ്പനോട് പറയുന്നു, അപ്പ എൻ്റെ വീതം എനിക്ക് തരണം. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു കാണും. അപ്പൻ വീതം വെച്ച് അവനൊരു ഭാഗം കൊടുത്തു. അവനത് വിറ്റ് ആ രൂപയുമായിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയി. അവിടെ അവൻ ഇഷ്ടം പോലെ പോളികളായ കൂട്ടുകാരെല്ലാം കൂടി അവൻ കുടിക്കുകയും ചീട്ട് കളിക്കുകയും അവന് ചെയ്യാത്ത പ്രവൃത്തികളൊന്നുമില്ല. എല്ലാം ചെയ്ത് എത്ര ലക്ഷം എത്ര കോടി കയ്യിലുണ്ടെങ്കിലും കൂട്ടുകാർ കൂടിക്കഴിയുമ്പോൾ ആ രൂപയെല്ലാം എന്തു ചെയ്യും? കാലിയാകും. ഏതാനും മാസത്തിനകം അതെല്ലാം കാലിയായി. ഒടുവിൽ 1 രൂപ പോലും അവൻ്റെ കയ്യിൽ അവശേഷിച്ചില്ല. കൂട്ടുകാരെല്ലാം അവനെ വിട്ടുപോയി. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കയ്യിൽ രൂപയുണ്ടെങ്കിൽ നമുക്ക് റിലേഷനുണ്ട്, നമുക്ക് കൂട്ടുകാരുണ്ട്, ഫ്രണ്ട്ഷിപ്പുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് രൂപയില്ലയോ? ആരുമില്ല. ഇവനെ വിട്ടുപോയി. ഇവൻ്റെ മുടി വെട്ടിക്കാൻ പോലും അവന് രൂപയില്ല. ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാൻ രൂപയില്ല. ഒരു സോപ്പ് മേടിച്ച് കുളിക്കാൻ രൂപയില്ല. അവൻ വളരെയധികം ദരിദ്ര അവസ്ഥയിലായി. അവൻ എന്ത് ചെയ്യണമെന്നറിയാതിരുന്നപ്പോൾ ആരോ പറഞ്ഞവിടെ പന്നിയെ മേയ്ക്കാനായിട്ട് ആൾ വേണമെന്ന്. അവൻ പന്നിയെ മേയ്ക്കുന്നിടത്ത് പോയി പന്നിയെ മേയിച്ചു. അവിടെ അവൻ ആഹാരം കൊടുത്തില്ല, ശമ്പളവും കൊടുത്തില്ല. ഈ പന്നികൾ തിന്നുന്ന ആഹാരം എനിക്ക് കിട്ടിയിരുന്നെന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം ഹോട്ടലിൽ നിന്നെല്ലാം കൊണ്ടുവന്ന് വേസ്റ്റെല്ലാം ഇടുന്നതാണ്. നല്ല നല്ല ആഹാരങ്ങളൊക്കെ കാണുമായിരിക്കും. അതെങ്കിലും എനിക്ക് സ്വല്പം കിട്ടിയിരുന്നെന്ന് അവൻ ആശ്രയിച്ചു. അവന് അത് കൊതിച്ച് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുതലാളി വന്ന് അത് കണ്ട് അവനെ അവിടുന്ന് ഓടിച്ചു വിട്ടു. അവൻ്റെ സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കിയേ. 19-ാമത്തെ വാക്യം, ലൂക്കോസ് 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരിക. എന്തോ പറഞ്ഞുകൊണ്ട് വരുന്നതെന്നറിയാമോ? നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. ഇങ്ങനെ പറഞ്ഞ് പഠിക്കുകയാണ് അവന്. അപ്പനോട് ഇങ്ങനെ പറയണം. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എന്ത് ജോലിക്കാരാണ് ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നത്? ഞാനോ ഇവിടെ പട്ടിണി കിടക്കുന്നു, എനിക്ക് ഒന്നുമില്ല. ഞാൻ തിരിച്ചു പോയി എൻ്റെ അപ്പനോട് ഇങ്ങനെ പറയണമെന്ന് ഓർത്തോണ്ട് പോവാം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പ്രിയ മക്കളെ, നീ ദൈവത്തെ വിട്ടുപോയ വ്യക്തിയായിരിക്കാം, നീ സ്ഥാനപ്പെട്ടിട്ട് നീ തിരിച്ചുപോയ വ്യക്തിയായിരിക്കാം, നീ എങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നവരിലും കർത്താവായ യേശുവിൻ്റെ അടുത്ത് വന്നാൽ നിന്നെ അവൻ തള്ളിക്കളയത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. കർത്താവേ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഇത്രയും കാലം ഞാൻ എൻ്റെ ഇഷ്ടത്തോളം പാപം ചെയ്തു, ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ നിൻ്റെ ഇഷ്ടത്തോളം ജീവിക്കുമെന്ന് നീ തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ വന്ന് മുട്ടമേ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യും. ഇവൻ അതുപോലെ ഇത് പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പനോട് ഇങ്ങനെ പറയണം, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമെന്നും പറഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ അപ്പൻ എൻ്റെ മകൻ എന്ന് വരുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. അപ്പൻ ഇങ്ങനെ നിൽക്കുമ്പോൾ മകൻ ദൂരത്തിൽ നിന്നും വരുന്നു. അപ്പൻ ഓടിപ്പോയി മകനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അവനെ കൂട്ടിക്കൊണ്ടു പോയി. അവൻ്റെ കാലിൽ അപ്പൻ ചെരുപ്പെല്ലാം മേടിച്ചു വെച്ചിരിക്കുകയായിരുന്നു, വസ്ത്രമെല്ലാം മേടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ മകൻ എന്ന് തിരിച്ചു വരുമെന്നുള്ള അവനെ കുളിപ്പിച്ച് മുടിയെല്ലാം വെട്ടിച്ച് അവന് കാലെ ചെരുപ്പിട്ട് അവന് നല്ല പുതിയ വസ്ത്രം ധരിച്ച് അവരുടെ കൊഴുത്ത് ഇതായിട്ട് നിന്ന് ഒരു കാളക്കുട്ടിയെ പിടിച്ച് അവൻ്റെ നാമത്തിൽ അതിനെ കട്ട് ചെയ്ത് ഭയങ്കര വിരുന്നൊരുക്കി എല്ലാവർക്കും. എൻ്റെ കളഞ്ഞുപോയ മകനെ തിരിച്ചു കിട്ടി. അവൻ ഒറ്റപ്പെട്ടു പോയെങ്കിലും ഇപ്പോൾ അവൻ ഒറ്റപ്പെട്ടോ? ഒരിക്കലും ഒറ്റപ്പെടത്തില്ല. നമ്മളെ ഒറ്റപ്പെടുത്താത്ത ദൈവമാണ് നമ്മുടെ ദൈവം. നീ എന്ത് കുറ്റം ചെയ്താലും, എന്ത് പാപം ചെയ്താലും, എന്ത് ചെയ്താലും ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. ദൈവമേ, എന്നോട് നീ ക്ഷമിക്കണമേ, ഞാൻ നിൻ്റെ മകനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ഞാൻ വെറും ധൂളാണ്,
ഞാൻ പൊടിയാണ്, ഞാൻ ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് എന്നെ കർത്താവേ നീ വിളിച്ച് വേർതിരിക്കണമെന്ന് നീ പ്രാർത്ഥിര്. ദൈവം നിന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്താത്ത ദൈവമാണ്. ദൈവം നിന്നെ ഒറ്റപ്പെടുത്തത്തില്ല. ഇനി ഒരാളിനെ നമുക്ക് നോക്കാം. യാക്കോബ്. അവൻ അപ്പനും മോശം ചെയ്ത് ചേട്ടനും മോശം ചെയ്ത് അവനെ അനുഗ്രഹിക്കുന്ന സമയത്ത്, യാക്കോബിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് യെശയ്യാവ് അവനോട് എന്നാ പറഞ്ഞെന്നറിയാവോ? അനന്തരം ഇസാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു. അവനോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, ഒന്നാമത്തെ വാക്യം, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്. പുറപ്പെട്ട് പദൻ ആരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ മെതുവേലിൻ്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യയെ എടുക്കണം. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും വരുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇസാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് അവന് വെളിയിൽ വന്നപ്പോൾ അവൻ്റെ ചേട്ടൻ നല്ല കാട്ടിറച്ചിയും ഒക്കെ ആയിട്ട് വന്ന് കാട്ടിറച്ചിയെല്ലാം റെഡി ചെയ്ത് അപ്പന് കൊണ്ടുപോയി കൊടുത്തു. അപ്പാ എഴുന്നേൽക്ക്, ഞാൻ കാടുമാംസം എല്ലാം വന്നിരിക്കുന്നു. അവനപ്പോഴത്തേക്ക് ഭയഭ്രാന്തനായി. യാക്കോബിനെ അമ്മ ആണ് മക്കളെ നശിപ്പിക്കുന്നത്. അവർ തെറ്റ് ചെയ്താലും അതെല്ലാം മറച്ചു പിടിക്കും. ആ അമ്മയാണ് ഇതിനെല്ലാം കാരണക്കാരി. അവൻ അങ്ങനെ പോയി അമ്മ നല്ല ആട്ടിൻകുട്ടിയെ കട്ട് ചെയ്ത് നല്ല രുചികരമായ ആഹാരമെല്ലാം ഉണ്ടാക്കി യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അപ്പന് അതെല്ലാം എഴുന്നേറ്റ് അപ്പൻ തടവി നോക്കിയപ്പോൾ കയ്യെ രോമമുണ്ട്. മണപ്പിച്ച് നോക്കിയപ്പോൾ ചേട്ടൻ്റെ മണം എല്ലാം ഉണ്ട്. സ്വരം മാത്രം യാക്കോബിൻ്റേത്. ഇല്ലപ്പ ഞാനാന്നിവൻ പറഞ്ഞ് കളിപ്പിച്ച് അനുഗ്രഹമെല്ലാം മേടിച്ച് പോയി അവന്. അപ്പോൾ ഈ ജ്യേഷ്ഠൻ, ഇവനെ ഞാൻ കൊല്ലും, ഇവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം എടുത്തു, എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം അവൻ മേടിച്ചെടുത്തു, ഇവനെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നത് അമ്മ കേട്ടു. അമ്മ ഉടനെ മകനോട് യാക്കോബിനോട് പറയുന്നു, നീ ഇവിടെ നിന്നും ഓടിപ്പോയിക്കോ, നിൻ്റെ ജ്യേഷ്ഠൻ നിന്നെ കുന്നുകളയുമെന്ന്. അങ്ങനെ ഇവൻ ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുന്ന സമയത്ത് ഇവൻ്റെ കയ്യിൽ ഒരു കോല് മാത്രമുണ്ട്, ഒരു ചെറിയ കുപ്പിയിൽ എണ്ണയുമുണ്ട്. ഇവൻ അതുകൊണ്ട് ഓടുകയാണ്. ഓടിപ്പോയപ്പോൾ രാത്രിയായി തുടങ്ങി. രാത്രിയായി. അവനിനിയും എങ്ങോട്ട് പോകണമെന്നറിയാൻ മേലാതെ അവൻ ആ കാടിನಲ್ಲಿ അവൻ ഒരു കല്ല് തലയണയായി വെച്ച് അവൻ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് ഒരു ഗോവേണി, അതിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവൻ ദർശനത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അറ്റത്ത് ദൈവം നിന്നോട് പറയുന്നു, അബ്രഹാമിൻ്റെയും ഈസാക്കിൻ്റെ ദൈവമാണ് ഞാൻ, നിനക്ക് ഈ ദേശം നിനക്കും നിൻ്റെ സന്തതിക്ക് ഞാൻ തരും എന്ന് അവനോട് പറയുന്നത് അവന് ചെവി കൊണ്ട് കേട്ട് അവനവിടുന്ന് ചാടി എഴുന്നേറ്റപ്പോൾ നേരം വെളുക്കാറായി. അവൻ ആ പട്ടണത്തിന് ലൂസ് എന്നായിരുന്നു. ആ പട്ടണത്തിനവനെ ബെതേൽ എന്ന് ಹೆಸರಿട്ടു, ബെതേൽ എന്ന് പേരിട്ടു. ബെതേൽ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ദേശം, നല്ല സമൃദ്ധിയായ ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം പോലത്തെ ദേശം. അങ്ങനെ അവന് ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഞാൻ പോകുന്നിടത്ത് എനിക്ക് ആഹാരവും വസ്ത്രവും എനിക്ക് യാതൊരു കുറവുമില്ലാതെ കിട്ടണം. ഞാൻ എൻ്റെ അപ്പൻ്റെ ദേശത്തേക്ക് ഞാൻ തിരിച്ചു വരണം. അങ്ങനെ ഞാൻ വന്നാൽ ഇവിടെ ഒരു ആലയം പണിയും, എനിക്ക് കിട്ടുന്ന ദശാംശമെല്ലാം ഞാൻ ദൈവത്തിന് സമർപ്പിക്കും എന്നവൻ തീരുമാനമെടുത്ത് അവിടെ അവൻ പ്രതിഷ്ഠ ചെയ്ത് അവിടുന്ന് അവൻ പോവുകയാണ്. 20 വർഷക്കാലം അവൻ്റെ മാവൻ്റെ വീട്ടിൽ താമസിച്ച് 2 പെണ്ണുങ്ങൾക്ക് വേണ്ടി 14 വർഷം. പിന്നെ അവന് 7 വർഷം കൂടെ അവിടെ താമസിച്ച് അവൻ തിരിച്ചു പോരാനായിട്ട് പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ പ്രിയ മക്കളെ, ഒരു കോലും പിടിച്ച് ഓടിപ്പോയവൻ്റെ കയ്യിൽ ദൈവം 2 സമൂഹമായി ഭാര്യയും മക്കളും 2 ഭാര്യമാരും മക്കളും, അതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, വിശദീകരിക്കുന്നില്ല. അതുപോലെ ഇഷ്ടം പോലെ ജോലിക്കാരും ആടുമാടുകളും ഇഷ്ടം പോലെ 2 സമൂഹമായി അവൻ തിരിച്ചു വന്ന് യാവോക്ക് നദിയെ
അക്കരക്കടെ എല്ലാത്തിനെയും കടത്തിവിട്ടു. ഇവിടെ അവൻ ഒറ്റയ്ക്കായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയ മക്കളെ, ആ സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്ന് ആ ദൂതന് ഇവനുമായിട്ട് മൽപിടുത്തമാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അവൻ അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയും മൽപിടുത്തം പിടിക്കുകയും ചെയ്തു. ഇല്ല, എന്നെ വിട, എനിക്ക് പോണമെന്ന് ദൂതൻ പറയുന്നു. ഇല്ല, ഞാൻ വിടത്തില്ല, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ല എന്ന് അവൻ പിന്നെ അവൻ്റെ കാലിന് ഉളുക്ക് കൊടുത്തു. എങ്ങനെങ്കിലും വിടട്ടെ എന്നോർത്ത്. എന്നിട്ടും അവന് ചട്ടി അവന് നടക്കാൻ മേലാതെ അവൻ വിടാതെ അവൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അന്നേരം നിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് യാക്കോബ്. ഇന്ന് മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേൽ എന്ന് പേരിട്ടു. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം ആരാണ്? അവൻ ഒണ്ടിയായി പോയതാണ്. അവൻ ഒറ്റയ്ക്ക് പോയതാണ്. അവനെ ഒറ്റപ്പെടുത്തിയോ? ഭയങ്കര 2 സമൂഹമായിട്ടാണ് അവൻ തിരിച്ചു വന്നത്. അവൻ പറഞ്ഞതുപോലെ എല്ലാം അവൻ ചെയ്തു. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. നമ്മളെ ഒരിക്കലും ഒറ്റപ്പെടുത്തുന്ന ദൈവമല്ല. നീ യഥാർത്ഥമായ ഒരു ദൈവമകളാണെങ്കിൽ, നീ യഥാർത്ഥമായ ഒരു ദൈവമകനാണെങ്കിൽ നിന്നെ ഒരിക്കലും ദൈവം ഒറ്റപ്പെടുത്തത്തില്ല. ദൈവം നമ്മളോടുകൂടെ ഇരിക്കുന്ന ദൈവമാണ്. ദൈവം തന്നെ ദൂതനെ അയച്ച് നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ആത്മീയമായും അനുഗ്രഹിക്കും, ഭൗമികമായും അനുഗ്രഹിക്കും. എല്ലാവിധത്തിലും നമ്മളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും അനുഗ്രഹം വേണം, പക്ഷേ അത് ദൈവത്തിന് അനുസാരമായി ജീവിക്കാൻ പറ്റത്തില്ല, ജീവിക്കാൻ ഇഷ്ടമില്ല. എല്ലാവർക്കും അനുഗ്രഹം വേണം. പ്രിയ മക്കളെ, നിങ്ങൾ ജീവിച്ചു നോക്കിക്കേ. ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. അതുപോലെ തന്നെ ഇനി ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. ജോബ്. ഐശ്വര്യവന്തനായ ജോബ് ഒറ്റപ്പെട്ടു പോയി. ദേവരാൽ സാക്ഷി കൊണ്ടവൻ. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. നമ്മൾ 1ഉം 2ഉം വാക്യം 1ാമത്തെ അധ്യായവും 2ാമത്തെ അധ്യായവും വായിക്കുമ്പോൾ ദൈവം അവനെക്കുറിച്ച് 3 പ്രാവശ്യം സാക്ഷി പറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതായത് ഇയ്യോബിൻ്റെ പുസ്തകം 1ാം അധ്യായം 1ാമത്തെ വാക്യത്തിൽ സാക്ഷി പറയുന്നു, 8ാമത്തെ വാക്യത്തിൽ സാക്ഷി പറയുന്നു, 2ാം അധ്യായം 3ാമത്തെ വാക്യത്തിൽ സാക്ഷി പറയുന്നു ജോബിനെക്കുറിച്ച്. ജോബ് വളരെ കഷ്ടപ്പെട്ടു. അങ്ങനെ സാക്ഷി കൊണ്ടവനെ സാത്താൻ നശിപ്പിക്കുന്നു. ദൈവം അവന് ചുറ്റും വേലി കെട്ടിയിരുന്നു. അവനെപ്പോലെ ധനാഢ്യൻ, അവനെപ്പോലെ ഐശ്വര്യവന്തൻ, അവനെപ്പോലെ പണക്കാരൻ വേറെ ആരുമില്ല. അവൻ അതുപോലെ ജീവിച്ചവനാണ്. സാത്താൻ ദൈവത്തോട് പറയുന്നു, നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കല്ലേ, നീ വേലിയൊന്ന് പൊളിച്ചു നോക്കിക്കേ, നിന്നെ അവൻ ദുഷിക്കും, നിന്നെ അവൻ നിന്ദിക്കുമെന്നും. ദൈവത്തിനറിയാം, എന്നെ ഇയ്യോബ് ഒരു കാരണവശാലും നിന്ദിക്കത്തില്ല, ഒരു കാരണവശാലും എന്നെ യാതൊരു വിധത്തിലും ഒരു വാക്ക് പോലും അവൻ നിന്നയായിട്ട് പറയത്തില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അന്നേരം ദൈവം അവനോട് പറഞ്ഞു, സാത്താനോട് പറഞ്ഞു, ഞാൻ വേലി പൊളിച്ചു തരാം, നീ അവൻ്റെ ആത്മാവിനെ മാത്രം തൊടാൻ പറ്റത്തില്ല, നീ എന്ത് വേണേലും ചെയ്തോളാം. അവന് 10 മക്കളുണ്ടായിരുന്നു. 10 മക്കളെയും കൊന്നുകളഞ്ഞു. അവനുള്ള കൃഷിഭൂമി എല്ലാം ആകാശത്തു നിന്നും തീയിറക്കി എല്ലാം ചുട്ട് ചാമ്പലായിപ്പോയി. അവനിരുന്ന സകല സമ്പത്തുകളും നശിച്ചു കഴിഞ്ഞപ്പോഴും അവൻ ദൈവത്തെ മുറുകെ പിടിച്ചു. അന്നേരം അവൻ്റെ ഭാര്യ പറയാണ്, ഇത്രയെല്ലാം ആയിട്ട് നീ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ, നീ ദൈവത്തെ ത്യജിച്ച് കള. അയ്യോ, നീ ഒരു മൂർക്കള്, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്. നമ്മൾ നന്മ മാത്രം അനുഭവിച്ചാൽ മതിയോ? തിന്മയും അനുഭവിക്കണ്ടേ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഇയ്യോബ് പറയുകയാണ്. അവൻ്റെ ശരീരം മൊത്തം ചോര ഒലിക്കുകയാണ്, പഴുപ്പും ചോരയും, അതുപോലെ വ്രണങ്ങൾ. അവൻ ഓട്ട് കഷ്ണത്തിന് ചിരട്ട പീസും എടുത്ത് ശരീരമെല്ലാം ചൊറിയാണ്. അത്ര കഷ്ടപ്പെടുന്ന സമയത്തും അവൻ്റെ കൂട്ടുകാർ വന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നീ എന്തോ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെല്ലാം സംഭവിച്ചെന്ന് പറയുന്നു. അങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞ് പഴിക്കുകയും ദുഷിക്കുകയും ഒരുമാതിരി നിന്ദിക്കുകയും ചെയ്ത സമയത്ത് 43-ാം അധ്യായം 7-ാമത്തെ വാക്യം,
യഹോവ തേമാന്യനായ എലിഫസിനോട് അരുളി ചെയ്തത്, നിന്നോട് നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിക്കുന്നു. നീ പോയി അവിടെ ഹോമയാഗം അർപ്പിച്ചിട്ട് നീ ഇയ്യോബിനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ. ഇല്ല എങ്കിൽ നിങ്ങളുടെ മേലെ എനിക്ക് ഭയങ്കര കോപം വരികയാണെന്ന് പറയുന്നു. അങ്ങനെ അവർ പോയി ഹോമമെല്ലാം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇയ്യോബ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇവരും ഇയ്യോബിനു വേണ്ടി പ്രാർത്ഥിച്ചു. അന്നു മുതൽ ഇയ്യോബിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറിക്കഴിഞ്ഞ് എല്ലാ വിധത്തിലും ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചു. ഇയ്യോബിനും കളഞ്ഞു പോയതെല്ലാം ഇരട്ടിക്കിരട്ടി കിട്ടി. 10 മക്കളെ ദൈവം വീണ്ടും കൊടുത്തു. എല്ലാം ഇരട്ടിക്കിരട്ടി കൊടുത്തു. മക്കളെ മാത്രമേ 10 കൊടുത്തുള്ളൂ. കാരണം എന്നാ? 10 മക്കള് ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. 10 മക്കൾ. അതുകൊണ്ട് ദൈവം 10 മക്കളെ കൊടുത്തുള്ളൂ. ഡബിളായില്ലേ? എല്ലാത്തിൻ്റെ ഡബിള് ദൈവം അനുഗ്രഹിച്ചു. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം ആരാണ്? നിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടുന്ന ദൈവമല്ല. ദൈവം നിന്നെ ഒറ്റയ്ക്ക് വിട്ടാലും നീ ഒരു ദൈവമകളാണെങ്കിൽ, നീ ഒരു ദൈവമകനാണെങ്കിൽ നിന്നെ ദൈവം ഒറ്റയ്ക്ക് വിടത്തില്ല. നിന്നെ ദൈവം അനുഗ്രഹിക്കും. നിന്നെ ഒരിക്കലും നശിച്ചു പോകാനായിട്ട് വിടത്തില്ല. എപ്പോഴും ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ അത്രയും ചൊറിയും ചരങ്ങും കടന്ന് ചൊറിഞ്ഞും ഭയങ്കര കഷ്ടം അനുഭവിക്കുന്ന സമയത്തും അവൻ എന്തുവാ പറയുന്നത്? 19-ാമത്തെ 25-26 വാക്യത്തിൽ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഹല്ലേലൂയ! നിന്റെ ജീവിതത്തിൽ നീ രോഗിയായി കിടക്കുന്നു. നീ അങ്ങനെ പറയുമോ? പറയത്തില്ല. അയ്യോ, എനിക്ക് കഷ്ടം എങ്ങനെ വന്നു? ദൈവത്തിന് അറിയത്തില്ലയോ? ദൈവത്തിന് കാണത്തില്ലായിരുന്നോ? അങ്ങനെയൊക്കെ നിങ്ങൾ ദൈവത്തെ മുഷിപ്പിക്കരുത്. നമ്മൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. ഞാൻ ഇന്ന് മരിച്ചാലും ഞാൻ എവിടെ പോകും? എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് പോകും. ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ഇയ്യോബിന് ആ ധൈര്യം ഉണ്ടായിരുന്നു. അവന് എന്തെല്ലാം നശിച്ചെന്ന് പറഞ്ഞാലും, എന്തെല്ലാം കഷ്ടം വന്നെന്ന് പറഞ്ഞാലും, ആര് പഴിച്ചിട്ടും ദുഷിച്ചിട്ടും നിന്ദിച്ചിട്ടും അവന് യാതൊരു കൂസലുമില്ലാതെ അവനെപ്പോഴും അവനെ തന്നെ ഞാൻ ജനിച്ച ജനതീയതിയിൽ ആരും ജനിക്കരുത് എന്നെല്ലാം പറഞ്ഞ് അവനത് ചെയ്തു. ദൈവത്തെ അവൻ ത്യജിച്ച് ഒന്നും പറഞ്ഞില്ല, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ അന്നേരവും പറയുന്നത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. നമ്മൾ ഓരോരുത്തരും അങ്ങനെ പറയണം മക്കളെ. നമ്മൾ ജീവിക്കണം. നമുക്ക് എന്ത് രോഗം വന്നാലും, എന്ത് കഷ്ടം വന്നാലും, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മാർവോട് ചേർന്ന് കിടന്ന യോഹന്നാൻ എന്തുമാത്രം കഷ്ടം അനുഭവിച്ചു. ഭയങ്കര വാർപ്പ് പോലത്തെ പാത്രത്തിനകത്ത് ഭയങ്കര വാർപ്പിനകത്ത് എണ്ണ തിളപ്പിച്ച് അതിനകത്തെടുത്തിട്ടു. വെള്ളത്തിൽ കൂടെ നടക്കുന്ന പോലെ അവൻ നടന്നു. അവനെ പത്മോസ് ദ്വീപിലേക്ക് ഗടിപ്പാൽ ചെയ്തു. അവിടെ ആരുമില്ല. വന്യമൃഗങ്ങളുടെ നടുവിലും പല്ലും കാണിച്ചിങ്ങനെ കിടക്കുന്ന തലയോട്ടികളുടെ നടുവിൽ ഭയങ്കര മലയാണത്. ആ മലയുടെ നടുവിലാണ് ഇത് ഒഴുകുന്നത്. അതിൽ കൊണ്ടുപോയ വണ്ടി തിരിച്ചു പോരുന്നു. എങ്ങോട്ട് നോക്കണം? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നെന്ന് പറയുന്നു. അങ്ങനെ അവൻ ദൈവത്തെ ഒരിക്കലും ത്യജിക്കാതെ മേളിലോട്ട് നോക്കിയത് കൊണ്ട് നമ്മുടെ ബൈബിളിലെ വെളിപ്പാട് പുസ്തകം നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതുമായ കാര്യം, നമ്മുടെ യേശുവിൻ്റെ ചരിത്രം മുഴുവനും അവനെ ദൈവം വെളിപ്പാടിൽ കൂടെ കാണിച്ചു. നമ്മുടെ ദൈവം ആരാണ്? അവൻ ഒറ്റയ്ക്കേ ഇരിയലും ഒറ്റപ്പെട്ടു പോകാൻ ഒരിക്കലും സമ്മതിച്ചില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട. ഞാൻ നിങ്ങളോട്
കൈ കൂപ്പി പിടിച്ച് പറയുന്നു, നമുക്കൊരുവനുണ്ട്, നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരുവനുണ്ട്. ആ ശിഷ്യന്മാർ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ മേത്തോട്ട് എന്നെ വന്നു, ഭയങ്കര പ്രകാശമാനമായ മേഘം അവരുടെ മേൽ വന്നു, നിഴലിട്ടു. ഉടനെ അവർ പേടിച്ച് ഭയന്ന് ദൈവം വന്ന് തൊട്ടവരെ. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഭയപ്പെടരുത്. നമ്മൾ ഭയപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയും പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഒരു സാക്ഷി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ആൻറ്റി ഫോൺ ചെയ്ത് കരഞ്ഞു പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു. ഒത്തിരി ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയി. ഒടുവിൽ വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്നു. വലിവെന്ന് പറഞ്ഞാൽ സഹിക്കാൻ മേല. കയറ് കെട്ടി ആ കയറെ ഞാന്ന് കിടന്നാണ് വലിക്കുന്നത്. എണ്ണിക്കാനും മേല, ഭക്ഷണവും എടുക്കത്തില്ല, ഒന്നും എടുക്കത്തില്ല. ഭയങ്കര വലിവാണെന്നും പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ട് എനിക്ക് ഫോൺ ചെയ്തു. സിസ്റ്ററെ, ദേവി ഇതെൻ്റെ ഭർത്താവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാനുണ്ടേ ആ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കാൻ പറഞ്ഞു. അവർ ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്നു. ഞാൻ ആ വെള്ളം പ്രാർത്ഥിച്ച് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതവർക്ക് കുടിക്കാൻ കൊടുക്കുക. ഇത് യേശുവിൻ്റെ രക്തമാണ്. രക്തം എന്ന് പറഞ്ഞ് നിങ്ങൾ അത് കുടിച്ച് തീരുന്നിടം വരെ അവിടെ നിന്നു. യേശുവിൻ രക്തം എന്ന് പറഞ്ഞ് നിന്നു. ദൈവം അവരെ തൊട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ അങ്ങ് വെച്ചു. അവർ കഴിഞ്ഞ ദിവസം എനിക്ക് ഫോൺ ചെയ്ത് പറയുന്നു, സിസ്റ്റർ പ്രാർത്ഥിച്ച് ആ വെള്ളം കൊടുത്തു കഴിഞ്ഞേ പിന്നെ ഇന്ന് വരെ എൻ്റെ ഭർത്താവ് വലിച്ചിട്ടില്ല. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, സർവശക്തനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടമുണ്ടെങ്കിൽ മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ആയിരിക്കുന്ന മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പ ഒരുത്തർ പോലും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. ഏതെല്ലാം രോഗങ്ങളാൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, വലിവിനാൽ കഷ്ടപ്പെടുന്നവരെ ഇപ്പോൾ തന്നെ നീ തൊടണമേ. അതുപോലെ കർത്താവേ, ഐസിയുലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ ഈ നിമിഷമേ നീ തൊടണമേ കർത്താവേ. ഈ നിമിഷമേ പരിശുദ്ധാത്മനെ തൊടണമേ കർത്താവേ. അവർക്ക് സമ്പൂർണ്ണ വിടുതലിനെ കൊടുക്കണമേ കർത്താവേ. അപ്പ വീട് പണി പൂർത്തിയാക്കാത്തവരുടെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കണമേ. കടഭാരത്താൽ എത്രയോ ജനം കഷ്ടപ്പെടുന്നപ്പ, അവരുടെ കടഭാരത്തെ നീ മാറ്റിക്കൊടുക്കണമേ കർത്താവേ. മക്കളുടെ വിവാഹം നടക്കാതെ 30, 35, 40 വയസ്സായവർ നിൽക്കുന്നല്ലപ്പ കർത്താവേ. അവരുടെ വിവാഹം നടന്നിട്ടില്ലെന്നും പറഞ്ഞ് മാതാപിതാക്കൾ കരയുന്നല്ലപ്പ കർത്താവേ. അവർക്ക് അനുയോജ്യമായ പെൺകുട്ടിയെ നീ കണ്ടുപിടിച്ച് കൊടുക്കണമേ അപ്പാ. ദൈവമേ, അവരുടെ വിവാഹം നടക്കുവാൻ നീ സഹായിക്കണമേ. വിവാഹം നടന്നവർക്ക് മക്കളില്ലാതെ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ, അവർക്ക് മക്കളെ കൊടുക്കണമേ അപ്പാ. ദൈവമേ, നീ പ്രവർത്തിക്കണമേ. ഒരിക്കലും വെച്ചുവാൻ നീ സമ്മതിക്കല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോകാൻ നീ സമ്മതിക്കല്ലപ്പാ. നിനക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളും നിനക്ക് വേണ്ടി ജീവിക്കുന്ന ആയുധങ്ങളും ആക്കി തീർക്കണമേ അപ്പാ. കൈവിടല്ലപ്പാ യേശുവേ. എല്ലാ പാസ്റ്റർമാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ, എല്ലാ അച്ഛന്മാരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ സുവിശേഷം 5 വൻകരയിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ അപ്പച്ച. ക്രിസ്തവിരോധികളുടെ ഹൃദയത്തോട് നീ ഇടപെടണമേ കർത്താവേ. ഞാൻ ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കും, മരിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി മരിക്കുമെന്ന് ഒരു തീരുമാനമെടുത്ത് ജീവിക്കുവാൻ നീ സഹായിക്കണമേ അപ്പച്ച. കൈവിടല്ലപ്പാ. നീ ജീവിക്കുന്ന ദൈവമാണപ്പാ. നീ ഞങ്ങളുടെ തന്തയാണപ്പാ. നീ ഞങ്ങളുടെ രാജനാണപ്പാ. നീ ഞങ്ങളുടെ പ്രഭുവാണപ്പാ. നീ ഞങ്ങളുടെ സകലത്തിനും സകലവുമാണപ്പാ. നീ വലിയ ദൈവമാണപ്പാ. നിന്നുള്ള സത്യമായത് ഒന്നുമില്ലപ്പാ. നീ ഒറ്റപ്പെടുത്താത്ത ദൈവമാണപ്പാ. നീ ഞങ്ങളെ ഒരിക്കലും ഒറ്റപ്പെടുത്തുന്ന ദൈവമല്ലപ്പാ. ഒറ്റപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണപ്പാ. കോഴി തൻ കുഞ്ഞുങ്ങളെ ചെറുകീഴിൽ കാത്തു സൂക്ഷിക്കുന്ന പോലെ നീ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. പൊന്നു പിതാവേ, നിനക്ക് സ്തോത്രപ്പാ. നീ കൈവിടല്ലപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.